അപ്പൊ വാസുവിനെ അങ്ങനെ വാസുമോനെ 30 വയസ്സ് തികഞ്ഞിരിക്കുകയാണ്. ഒരു വർഷമുണ്ട് അതായത് ഞങ്ങൾക്ക് 30 ആണത്. 29 അതല്ലേ? അതാ 29. അപ്പൊ അങ്ങനെ എല്ലാരും വാസുമോനെ നല്ലൊരു ജന്മദിനം ആശംസിക്കുന്നു. വാസുമോന് എല്ലാവർക്കും വേണ്ടിയിട്ട് എന്താണ് വാസുമോന് ജന്മദിനത്തിൽ പറയാനുള്ളത്? ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജന്മദിനം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ജന്മദിനമായിരുന്നു. അതായത് എന്താ പറയാ, കുറെ നാളായിട്ട് നമ്മളിപ്പോ ഇങ്ങനത്തെ സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ വർഷം ഞങ്ങൾ പുറത്ത് കുറച്ച് അധികം എല്ലാരും, അതായത് റീബിൽഡിന് ശേഷം എല്ലാരും ഒരുമിച്ച് കൂടി ഒരു കാര്യം സെലിബ്രേറ്റ് ചെയ്യാന്നുള്ളത് ഈ വർഷം എനിക്ക് ഭയങ്കര നന്നായിട്ട് നടന്നൊരു കാര്യമാണ്. അപ്പൊ സിറ്റിയില് വേറെ പരിപാടികളൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് വിഷമമായിട്ടില്ലായിരുന്നു. കാരണം ഇവരെല്ലാരും ഒരുമിച്ച് എന്നോട് ഉണ്ടായിരുന്നോണ്ട് അങ്ങനത്തെ വിഷമമൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ സിറ്റിക്കകത്ത് പരിപാടി വന്നപ്പോ ഡബിൾ സന്തോഷം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പരിപാടി ഹോസ്റ്റ് ചെയ്ത് സെറ്റാക്കി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അപ്പൊ വാസുമോനെ കേക്ക് മുറിക്കാൻ പറഞ്ഞു അഥവാ ചന്ദ്ര പറ, എന്താണ് നിനക്ക് പറയാനുള്ളത്? 24-ാം വയസ്സിൽ നമ്മുടെ ഗ്യാങ് തുടങ്ങിയ വാസുവിന് ഇപ്പോ 29 ആവുകയാണ്. ഈ ഒരു സൂര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, അടുത്ത വർഷം 30 വയസ്സിലോട്ട് പോകുന്ന വാസുവിന് വെരി വെരി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. അടുത്ത വർഷം നമ്മൾ കൊണ്ടാടും, സിറ്റിയെ കൊണ്ടാടും. ആരോഗ്യ സൗഖ്യം രണ്ട് വാക്ക് വാസുമോനെ പറ്റി. വാസു എന്ന് പറയുന്നത് നല്ലൊരു മനസ്സിനുടമയാണ്. ഇത്രയും തങ്കപ്പെട്ട സ്വഭാവമുള്ള ഒരാളെ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല. അപ്പോ 29-ാം വയസ്സിലോട്ട് കടന്നു കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വാസുവിന് എന്റെ എല്ലാവിധ അടിക്കാൻ പറ്റില്ല. കണ്ണാക്കോ അടുത്തതായി നിങ്ങൾക്ക് വേറെ ആർക്കെങ്കിലും വാസുവിനെ പറ്റി എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ കടന്നു വരിക. സംസാരിക്കണം എന്നെ പറ്റി. ഞാൻ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതെ 1 മണിക്കൂർ അങ്ങനെ തന്നെ പോയി പോകും. വേണം നമ്മുടെ എല്ലാവരുടെയും ഞാനിപ്പോ ഇന്ന് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് എന്നെ മാത്രമല്ല, നമ്മുടെ കൂടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം ഇതിന്റെ പുറകിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പോലും ഇവിടെ വന്നെത്താൻ സാധിക്കാത്ത നമ്മുടെ രായനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യമേ ഞാൻ എനിക്ക് പകരം രായന് വേണ്ടി സംസാരിക്കാം. ഐ ലവ് യു അണ്ണാ എന്ന് രായൻ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട്. രായൻ സ്പെഷ്യൽ വേറൊരു സാധനം കൂടെ തരാൻ പറഞ്ഞ ഒരു സെക്കൻഡ്. ഉമ്മയാണോ? രായൻ വാസുമോന് ലിപ് കിസ് അടിക്കുന്ന ചെല്ലക്ക് വെറുതെയായിട്ട് അത്ര തിരിച്ചുമ്മയല്ലേ വാസുമോന്? പിന്നെ അടുത്ത ഡയലോഗ്. അണ്ണാ, എനിക്ക് അണ്ണനെ ഒരുപാട് ഇഷ്ടമാണ് അണ്ണ. അണ്ണൻ എനിക്ക് ജനിക്കാതെ പോയ ഒരു അണ്ണനാണ് അണ്ണ. അണ്ണന് വേണ്ടി ഞാൻ എല്ലാവർക്കും ഒരു അണ്ണനായ അണ്ണ. കൂടുതലല്ലേ
അണ്ണ 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 തന്നെയാണോ? ചക്കര അണ്ണ ഇത് രാജന്റെ വാസുവിന് വേണ്ടിയിട്ട് കവിത എഴുതിയതാണ്. കഴിഞ്ഞോ കവിത കഴിഞ്ഞോ? ഇതൊക്കെ വാസുവിന് രാജന്റെ കവിത ഇഷ്ടപ്പെട്ടു. ഒരുപാട് മണിക്കൂറുകളെടുത്ത് പാപം അപ്പൊ ഇനി ഞാൻ എനിക്ക് വേണ്ടി തന്നെ സംസാരിക്കാം. ഓക്കെ വാസുമോനെ, ഞാന് വാസുമോനെ ഈ മോനെ എന്ന് വിളിക്കുമ്പോ കാർലമോനെ വിളിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ രണ്ടുപേർക്കും എനിക്ക് മറക്കാതെ പോയ എന്റെ മക്കളെ പോലെ കണ്ടിട്ടാണ് ഞാൻ മോനെ എന്ന് വിളിക്കുന്നത്. അപ്പം സ്വന്തം മക്കളുടെ ബർത്ത്ഡേക്ക് ഒരു അച്ഛൻ എന്ന നിലയിൽ എത്രത്തോളം സന്തോഷം ഉണ്ടാവുമെന്ന് ഞാൻ പറയാതെ തന്നെ വാസുമോനെ അറിയാതിരിക്കുമല്ലോ അല്ലേ? പക്ഷെ എപ്പോഴും എന്നെ ഒരു അനിയന്റെ സ്ഥാനത്തെ കാണാവൂ വാസുമോൻ. പക്ഷെ അല്ല ആദ്യമായിട്ടാണ് എന്റെ ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് എനിക്ക് അച്ഛനെ കിട്ടുന്നത്. അത്രയുള്ളൂ. ഇനി ഒരുത്തര് വാസുവിന് തന്നിട്ടോന്ന് ചോദിക്കാൻ പാടില്ല. പറഞ്ഞ മനസ്സിലായി വാസുവിനെ. അച്ഛനില്ലാത്ത ആൾക്കാർ ചോദിക്കും തന്നിട്ടോ, അപ്പൊ ചൂണ്ടി കാണിക്കണം. അതെ അപ്പൊ 1000 നമുക്ക് അടുത്ത ആളെ വിളിക്കാം. അപ്പൊ നമ്മുടെ യങ്സ്റ്റേഴ്സിന് വേണ്ടിട്ട് ഞാൻ സംസാരിക്കുവാണ്. ഇത്രയും വർഷം നമ്മളെ ഒരു ഫാമിലി ആയി കൊണ്ട് നടന്ന നമ്മുടെ വാസു അണ്ണനെ ഒരു സ്ലോട്ടിൽ മാറ്റാൻ സമയം കേട്ടോ. അടുത്ത ആഴ്ച ഇനി പേഴ്സണൽ ആണ് വാസു. അല്ല വാസു, ഇനി കൊറേ വർഷങ്ങളായില്ലേ, ഇനി മാരൊക്കെ നിക്കണമെന്ന് തോന്നുവാണെങ്കിൽ പറഞ്ഞാൽ മതി, എല്ലാം നോക്കിക്കൊണ്ട് പോവാം. അപ്പൊ മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. ഇനി നമ്മുടെ ബോബ് രണ്ടു കുറിച്ച് എല്ലാരും പറയണേ ആ ഗോകുവിന്റെ മോൻ കണ്ടിട്ട് ഇത് വില്ലൻ ബ്രോ അല്ലേ? നമുക്ക് വേറെ ആർക്കെങ്കിലും പറ ബോബ് സാർ. ഇന്നിവിടെ 29ാമത് ബർത്ത്ഡേ ആഘോഷിക്കുന്ന അണ്ണന് ഇതിന് 200 വർഷം കൂടെ അണ്ണൻ ആരോഗ്യ സൗഖ്യത്തോടെ ഞാൻ പറഞ്ഞു നീ കേട്ടില്ല. വേണ്ടി വാസമ്മനെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ നമ്മുടെ കെവിയുടെ സ്വന്തം ഹിറ്റ്മാൻ പ്ലീസ് കം. പഴയ കാര്യം ഓർത്തിട്ട് തെറിയെന്ന് പറയല്ലോ. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചതില് സന്തോഷം. അതുപോലെ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച് ഹിറ്റ്മാനെ. നമ്മളെ ഇങ്ങോട്ട് വിളിച്ചതില് സന്തോഷം. അതൊന്നും പറയാൻ പറ്റത്തില്ല. അത് പറയാൻ കൊള്ളാവുന്നതല്ല. അപ്പൊ നമുക്കെന്നാ കേക്ക് മുറിച്ചാലോ വാസുവനെ? വാസുവനെ ഇവിടെ കേക്കിലോട്ട് ആളൊക്കെ പച്ചരെ അണ്ണാ കേക്ക് കിട്ടിയോ? സെക്കൻഡ് കേക്ക് മാറ്റാൻ കൊടുക്കണം. സെക്കൻഡ് കേക്ക് മാറ്റാൻ കൊടുക്കണം. കിട്ടുന്നില്ല. നീ അവിടെ അടുത്തൊന്ന് വെയിറ്റ് കണ്ണു വെച്ച് നോക്കിയാ കേക്കില് സ്ലൈസ് കേക്ക് കൊതി. ഹലോ
ഓക്കെ 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 എടാ നിങ്ങൾ എല്ലാവരും കണ്ണ് വെച്ച് നോക്കിക്കോ കണ്ണ് വെച്ച് അഞ്ചെണ്ണം എടുത്ത് അപ്പാപ്പ ഇത് ലൈഫ് ഉള്ളവോ ഒരു അപ്പാപ്പ ഞാൻ കേക്ക് വന്നിട്ടുണ്ട് അളിയാ ബോബുട്ട എടുത്തു അവിടുന്നേ കിട്ടിയില്ല എടുത്തോ താങ്ക് യു ഓക്കെ ഓക്കെ കാർലോ കഴിച്ചു വാസുവിന് എന്റെ വക ലക്ഷ്യ വലിയ സ്ലൈസാ വലുതായിട്ട് ഷുഗറാണ് താങ്ക് യു സോ മച്ച് അളിയ താങ്ക് യു അടുത്ത സ്ഥലത്തോട്ട് പോവാം. എങ്ങോട്ട് അങ്ങോട്ടോ നേരെയോ പോയി അണ്ണൻ ചങ്ക് തീർന്നിരിക്കണ കണ്ടറിയാം. കേക്ക് കിട്ടിയില്ല ബാബു ഇല്ല ഗൈസ് ബാബു വന്നില്ല അവൻ കുറച്ച് അവന്റെ അച്ഛന് ഇതൊക്കെ വയ്യാതിരിക്കുന്നോണ്ട് അവൻ കുറച്ച് ബിസി ഷെഡ്യൂളിൽ അവനങ്ങനെ വരാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ അവൻ ഉറപ്പായിട്ടും വന്നേനെ. എന്നിട്ട് പോലും അവൻ ബർത്ത്ഡേക്ക് ഓടി ഇവിടെ വന്നു എന്റെ വീട്ടില്. ഗെയിമിനകത്ത് വന്നില്ലെങ്കിലും റിയൽ ലൈഫിൽ അവൻ ഓടി വന്നതാ. അവൻ അങ്ങനെ ഒരു അവസ്ഥ വേണ്ട, അവൻ വരാൻ പറ്റിയ ഉറപ്പായിട്ടും വന്നേനെ, എനിക്ക് ഉറപ്പാ. വാസുമോനെ ഇനി വാസുമോന് വേണ്ടി വാസുമോനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ സ്നേഹ സമ്മാനങ്ങളാണ് ഇത് വഴി. എല്ലാരും ഒന്ന് സൈലന്റ് ആണോടാ പ്ലീസ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് വാതിലാണോ അത്? ഇത് വാസുമോന് വേണ്ടി മനാഫ്റയുടെ ഗിഫ്റ്റ് ആണ്. സ്നേഹസമ്പന്നം ഇതൊക്കെ എന്തൊക്കെ താനം കിടില സൗണ്ട്. ഇതെല്ലാം എനിക്ക് സിറ്റി അപ്പാപ്പ, ഇതെല്ലാം എനിക്ക് സിറ്റി തരണേ അപ്പാപ്പ. അതൊന്നും ആലോചിക്കണം. അപ്പാപ്പ ഇതൊന്നും സിറ്റി തരണേ ഇതൊക്കെ എനിക്ക്. പിന്നെ വാസുമോൻ അല്ലാതെ വേറെ ആർക്ക് തരാനോ? ഒരു ടിക്കറ്റ് വലിച്ചിട്ട് കസ്റ്റം വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര ടിക്കറ്റ് വലിക്കണം വാസുമോൻ? ഒരു വാസു പറ. കാണിക്കുന്നേ അപ്പാപ്പ ടിക്കറ്റ് ഒന്നും വലിക്കാൻ പറ്റില്ല അപ്പാപ്പ, ഒന്ന് താ അപ്പാപ്പ അതിനകത്ത്. പിന്നെ അല്ല ഉറപ്പ് നാളെ സാധനം ഇതെല്ലാം റെഡിയാണ് വാസുമോനെ. മനാബ്രോ താങ്ക് യു സോ മച്ച്. മനാബ്രോ താങ്ക് യു സോ മച്ച്. മീൻസ് എലോട്ട് മനാബ്രോ. അകത്ത് കയറാൻ പറ്റുന്നില്ലല്ലോ ഇത്. വണ്ടി എങ്ങനെയുണ്ട്? ഞാനല്ല ഇന്ത്യയിൽ നല്ല രസമുണ്ട് കേട്ടാ. എന്താ FPP ഓടിക്കാൻ പറ്റൂല, അതാണ് പ്രശ്നം. ഹാപ്പിയസ്റ്റ് ബർത്ത്ഡേ ബ്രോ മനാ ബ്രോ. താങ്ക് യു സോ മച്ച് ഫോർ ദ 1000 ടിക് പോയിന്റ്സ്. താങ്ക് യു സോ മച്ച് മനാ ബ്രോ. താങ്ക് യു. എല്ലാം അപ്പാപ്പ എനിക്ക് ചെയ്താ പുറത്തോട്ട് ഓടിക്കണേ ഇങ്ങോട്ടോ നല്ലത്. വാസുമോനെ സൂക്ഷിച്ചോടിക്കണം. ഇല്ല പുറത്തോട്ട് ഓടിക്കാം. ഇവിടെ കിക്കാവും, വീഡിയോ കിക്കാവും. ഇല്ല ഞാൻ ജസ്റ്റ് ഇതൊന്ന് മാറി ജസ്റ്റ് ഒന്ന് ബാക്കിയുള്ള മാറി നിക്കണേ. പ്രശ്നമായിരിക്കും. ജസ്റ്റ് ഒന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറി നിക്കണേ. ഇവിടെ സീൻ സൗണ്ട് അല്ല വിഷയമുണ്ട്. കിട്ടില്ല കണ്ടാ. FPP നോക്കിയേ. ഓ FPP മുട്ടുണ്ട് ഡീറ്റെയിലിംഗ് വണ്ടിക്ക്. വാസുമോനെ നമുക്കപ്പം അടുത്ത വാസുമോന്റെ സമ്മാനത്തിലോട്ട് കടന്നാലോ? ഓക്കെ സമ്മാനാണോ?
മറ്റേ അച്ഛൻ എന്ന് പറഞ്ഞത് യഥാർത്ഥ അപ്പം കേറാം, നമുക്ക് അകത്തോട്ട് കയറാം. അടുത്തല്ലേ അതെ അതെ റെഡി അല്ലേ? ആ. ഇത് അമ്പത്തൂരിന്റെ വക എന്റെ അമ്മോ, guys, ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സാധനം. ഇത് ഓൾറെഡി സെറ്റ് ആണ് കേട്ടോ അല്ലേ? അപ്പൊ ഇതാണ് ഇത്രയും നാള് ഞാൻ വണ്ടിയുടെ സിറ്റിക്കകത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞ സാധനം. എന്റെ അമ്മോ ഗൈസ്, ഇതാണ് നിങ്ങളോടൊക്കെ ഞാൻ പറഞ്ഞ ആ വണ്ടി. നമുക്ക് എവിടെയെങ്കിലും പോവാൻ റോയൽ ലുക്കുള്ള ഒരു സാധനം വേണമെന്ന് പറഞ്ഞില്ലേ? അപ്പാപ്പ ഇതിന്റെ പ്രത്യേകത അറിയോ? ഇത് ഇൻഗെയിം വണ്ടിയാ. ഇത് ശരിക്കും ആണോ? ഇത് ഇൻഗെയിം വണ്ടി പണിത് ഇങ്ങനെ ആക്കിയതാ. ഇത് ഇൻഗെയിം വണ്ടിയാണ്. ഇത് ഇൻഗെയിം വണ്ടി മോഡ് ചെയ്ത് ഇങ്ങനെ ആക്കിയേക്കുവാ. നിക്കോബ്രോ ആണ് ഇത് ചെയ്തത്. പിന്നെ അങ്ങനെ പണ്ടേ പുലിയല്ലേ? ഓ ഇത് അല്ലാതെ കാണണം. അപ്പൊ ഇത് ഇങ്ങനെയല്ല ഗൈസ്, ഇത് വെളി കാണണം ഗൈസ്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ലൂസിഫറിലേക്ക് പോലെ അങ്ങനത്തെ ഒരു വണ്ടിയെ ഇത് കണ്ടാ, ഹെഡ്ലൈറ്റ് ഒക്കെ കണ്ടാ നിങ്ങള്? താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. നിക്കോബ്രോ അടുത്ത് പറയണം. താങ്ക് യു പറയണം. ഓടിക്കാൻ പറ്റുമോ ഇത്? ഓ പിന്നെ ഇത് ഇന്ത്യൻ വണ്ടിയാടാ ഇത്. ഇപ്പൊ ഇങ്ങനെ ആക്കിയല്ലേ? അല്ലല്ല, ഈ മൊത്തത്തിൽ പണിഞ്ഞിട്ട് ഇത് കളർ പോരുന്ന ബ്രോ. ഇത് അല്ലാതെ കണ്ടു നോക്ക്. ഇത് വെളിയില് കണ്ടു നോക്ക് ബ്രോ. ഇത് സിറ്റിക്കകത്ത് ഈ ലൈറ്റ് വാസുവിന് കിട്ടിയ വണ്ടികളൊക്കെ വെച്ചിട്ട് വാസുവിന് ഇങ്ങോട്ട് ജോണി അപ്പനെ കൂടി ഇതോ ഇങ്ങോട്ട് ലോസ്റ്റ് ആയി. വാസുവിനെ വിളിച്ച എല്ലാരും വരും ഇത്. ആ വാസുവിനെ അപ്പം ഗിഫ്റ്റ് ഒക്കെ കിട്ടി. വാസുവിനെ ഹാപ്പി ആയില്ലേ? പിന്നെ സന്തോഷായില്ലേ? പിന്നെ സിറ്റിയിൽ എന്താ വേണം? 2 പുതിയ വണ്ടികൾ, അത് ഒന്നിനൊന്നിനും വെച്ച യുണീക്ക് ഐറ്റം. അപ്പാപ്പന്റെ വക ഒന്നും ഇല്ലല്ലേ? വാസുവിനെ സങ്കടപ്പെടുത്തി. വാസുവിനെ അതാ ഞാനൊരു സർവർ എഴുത്തതില്ലേ വാസുവിനെ? എന്താണ് ചോദ്യം ചോദിച്ചേ? അത് ശരിയാ. നമുക്കെന്താ അടുത്തടുത്തോട്ട് പോയാലോ? ഇവിടെയാണോ? ഓ ഇവിടെയാണല്ലേ? ഏതാ ഗിഫ്റ്റ്? ഇതാണോ അതാണോ? അല്ല കാറ കണ്ടാലേ അറിയില്ലേ? കാറാണ്. അപ്പാപ്പ ഇതൊക്കെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാ വർഷവും ഇതന്നെ കാണിച്ച് കൊതിപ്പിക്കും. എനിക്കിത് സിറ്റി തരണം. ദർശനയുടെ വകയാണ് കേട്ടോ. ദർശന താങ്ക് യു സോ മച്ച്. പിന്നെ ഇത് എന്റെ വണ്ടി എനിക്ക് ഇഷ്ടപ്പെടാതിരിക്കോ? ഞാന് എന്ത് തരണമെന്ന് പെട്ടെന്ന് ആലോചിച്ച് ഞാനിപ്പോ രായനോട് ചോദിച്ചപ്പോ അണ്ണൻ ഈ വണ്ടിയാണ് ഏറ്റവും ഇഷ്ടം പറഞ്ഞത്. താങ്ക് യു സോ മച്ച് ദർശന. താങ്ക് യു. ഇത് ഡീമാറ്റല്ലേ? വണ്ടി പറയാനുണ്ട്. സിറ്റി തരണം. ഈ വണ്ടി കിട്ടത്തില്ല. അപ്പാപ്പ ഇങ്ങനെ നമുക്ക് കേട്ടാ. ഇതെന്താ ഇപ്പൊ പ്രശ്നം എന്താ? ഇത് ഡീമാറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. ദർശന പിന്നെ എന്തിനാ ദർശന ഇതെന്നെ കാണിച്ചതാക്കിയത്? അതായത് വാസവനെ ഈ സാധനം തരും. എന്താ പറഞ്ഞ നിങ്ങൾക്കറിയാം? നിങ്ങൾക്ക് നമ്മുടെ സെർവറിനകത്ത് ഈ ഒറിജിനൽ വണ്ടിയുടെ ഇത് ലോഗോയും ബാക്കി സാധനങ്ങളും ഒന്നും ചെയ്യാൻ പാടില്ല, മനസ്സിലായോ? പണ്ടത്തെ പോലല്ല, ഇപ്പൊ ഭയങ്കര സ്ട്രിക്റ്റാ. അപ്പൊ കൊറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം. സെറ്റാക്കിട്ട് പറയണേ. എന്നാ ഞാൻ പറയട്ടെ. അപ്പാപ്പന്റെ ബർത്ത്ഡേക്ക് ഒരു വണ്ടി ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇത് നിങ്ങൾ തിരിച്ചു പോകുമ്പോ ഒരു അപ്പൊ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോവോ? ഒരു കാര്യം അപ്പൊ അങ്ങോട്ട് പോവോ? ഞാൻ മാറിയുന്ന കാര്യമോ? മനസ്സിലായില്ലേ?
അപ്പാപ്പന് ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഒരു വണ്ടി ഉണ്ടായിരുന്നു കഴിഞ്ഞ അന്ന് പരിപാടി നടന്നിട്ടില്ല Like, നേരെ തിരിച്ചു പോകുമ്പോ അവരൊരു ട്രക്ക് ഉണ്ട് അത് അപ്പാപ്പനുള്ള വണ്ടി ഇൻഡിവിജ്വൽ ആയിട്ട് വന്നിട്ടുണ്ട് നോക്കിൽ പഠിച്ചു വന്ന് അത് നേരെ തിരിച്ചു പോകും നിങ്ങൾ വന്ന വഴി തിരിച്ചു പോകുമ്പോ അവിടെ ഉണ്ട് നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ വണ്ടി സ്ഥലത്ത് മാറ്റി അണ്ണാ നോക്ലിപ്പ് അടിച്ചിട്ട് മേലെയുണ്ട് തലയുടെ മേലെ അപ്പപ്പൻ അപ്പുറത്ത് പൊങ്ങി അപ്പാപ്പൻ അവിടെ വന്നേ ഗൈസ് അതൊന്നും കൊടുക്കുക ഇവിടെ ഇമോട്ട് ഇല്ല ഗൈസ് ഇവിടെ ഇമോട്ട് മെനു ഇല്ല തിരിച്ചു വന്നേട്ടാ ഞാൻ കണ്ടേ കാർലോ ബർത്ത്ഡേ എന്നാ ഇപ്പൊ എത്രയായി എനിക്ക് 28 6 മാസത്തോടെ ഉണ്ട് പെട്ടെന്നാവും പ്രാർത്ഥിക്കാം കിടക്കണം നമ്മളെ ഈ വണ്ടിയെല്ലാം കിട്ടുന്നു പറഞ്ഞു ഉറപ്പ് വന്നോ ഈ വണ്ടി കിട്ടൂല ഇതിനു മുമ്പ് കിട്ടിയ അതല്ലേ അല്ല അതെ മറ്റേ പക്ഷെ ഈ വട്ടം ഞാൻ പ്രശ്നം ഉണ്ടാക്കും ഈ വട്ടം ഞാൻ പ്രശ്നം ഉണ്ടാക്കും അപ്പാപ്പ ഈ വട്ടം ഞാൻ ഇത് മേടിച്ചെടുക്കാതെ ഞാൻ കളിക്കൂല അല്ല വാസുവാന ഒരു കാര്യം ചെയ്യും കാരണം ഒരു 2 പേർക്കും ഏതൊക്കെ വണ്ടിയാണോ കിട്ടാത്ത എന്നുള്ള ലിസ്റ്റ് അടിക്കുന്ന അങ്ങനെയാണെങ്കിൽ എന്റെ കാറിലൂടെ വണ്ടി മാത്രമേ ബർത്ത്ഡേ വണ്ടികൾ ഏതൊക്കെയാ കിട്ടാത്ത ലിസ്റ്റ് ഇതാ മറ്റേ ഇതിന് കിട്ടിയതോ മറ്റേ BM-ന്റെ എടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് കളിക്കാതെടാ ഈ ഡോറ് അപ്പുറം തുറന്നിനാ മറ്റേ വണ്ടിയാണ് ഓ ഇത് അടച്ച് എന്നാ നീ വിളിച്ചോണ്ട് ദർശന താങ്ക് യു സോ മച്ച് ദർശന മീൻസ് എ ലോട്ട് അതൊരു വെറും ഗിഫ്റ്റ് അല്ലല്ലോ വാസവണ്ണ അത് സത്യം പിന്നെന്താ വേറെന്താ സ്പെഷ്യൽ അല്ലേ വാസവണ്ണ അത് എന്താ അങ്ങനെ ഒരു മിനിറ്റാടാ ഇപ്പൊ കിട്ടി എന്താ അപ്പൊ കൂടെ പറയണേ എല്ലാം കേട്ടിട്ട് കേക്കാത്തന്നെ പോണോ വാസവണ്ണ എനിക്ക് വണ്ടികളൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടി അതുപോലെ അപ്പാപ്പന്റെ ഒരു ബർത്ത്ഡേ കുറച്ച് നാൾക്ക് മുമ്പ് കഴിഞ്ഞായിരുന്നു അന്ന് ഞങ്ങളൊരു പരിപാടി വെച്ചിട്ട് അപ്പാപ്പന് കേറാൻ പറ്റാതെ ഇങ്ങനെ നീണ്ടു പോയതാ അപ്പൊ അപ്പാപ്പന് ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട് ഈ കഥ തുറന്നാ കാണാം ഇത് അപ്പാപ്പന് വേണ്ടി പണിയൊക്കെ എന്നേ തീർന്നതാ പിന്നെ എന്തിനാ വാസുവാന ഇത്ര കാലം കാത്തു വെച്ചിരുന്നേ അപ്പ ഇതേ കുറച്ച് നിങ്ങൾക്ക് വരാൻ പറ്റില്ല അതാ ഞങ്ങള് ഓരോ ദിവസം മാറി നമ്മൾ അന്ന് മറ്റേ പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്താ ഇതുണ്ടോ സാധനം കണ്ടോ നിങ്ങള് എടാ നിക്കോബ്രോയുടെ ഡിസൈൻസ് എല്ലാം കുറച്ച് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ ഇതുണ്ടോ ഒപ്റ്റിമസ് ബ്രാവോ കണ്ടാ ഫ്രണ്ടിലോട്ട് എടുക്കല്ലേ വീഡിയോ എന്താ പൊന്നോ ഇതിന്റെ ഇന്റീരിയർ നീ കാണിച്ചരാ വീട്ടിൽ ആ അപ്പൊ ഇത് സാധനം നോക്ക് ഇന്റീരിയർ വലിയ ഇതില്ലാട്ടാ ഡീറ്റെയിലിംഗ് ഇല്ല ഇത് കണ്ട അപ്പൊ ഇത് കേട്ടോ ഒപ്റ്റിമസ് ഇത് കണ്ട ഒപ്റ്റിമസ് ബ്രാവോ കണ്ടാ ഇത് മറ്റേ ഈ ഞെക്കി കഴിഞ്ഞാൽ ഇത് ഉടനെ മറ്റേ റോബോട്ട് ആവും അറിയാവോ അതൊന്നും ഇല്ല അത്രയൊന്നും ഇല്ല അത്ര ആവത്തില്ല അത് ഈ ഞെക്കി കഴിഞ്ഞാൽ വാ എങ്ങോട്ടേക്കാ പുറത്തോട്ടാണോ എങ്ങോട്ടാ പാടത്തോട്ട് എത്തി നമ്മള് പോയിട്ട് ഇതോടെ ഇങ്ങോട്ടാണ് മെല്ലെ നടന്നു എവിടോട്ടാ
എങ്ങോട്ടാ? ഹലോ, ഇതിനകത്തോട്ടാണ് ഫ്രണ്ട് ചെയ്യുന്നോ? എന്താ നിനക്ക് അതിനെ അറിയില്ലല്ലോ എന്താ ചെറുങ്ങനെ നടന്നോ, ചെറുങ്ങനെ പയ്യെ എടാ ഇത് എല്ലാം ലോഡായോ വരുമോ? എനിക്ക് ഓരോ ദേശം ഓരോ ദേശം എനിക്ക് ലോഡായത്. ഈ ഡോറ് തുറക്ക് അങ്ങനെ അന്വേഷണം. നോക്കടാ, ട്രാൻസിറ്റ് നോക്കടാ. ഇത് മൂന്നെണ്ണം ട്രക്കിന്റെ അവിടെ നിൽക്കുവാ. താൽക്കാലികമായി സാങ്കേതിക തകരാർ. 3 കാണുന്നല്ലേ? സാങ്കേതിക തകരാർ വെച്ച് പൊട്ടന്മാരാണ് അകത്തുള്ളത്. എന്ത് പറ്റിയടാ? അൺലോക്ക് ചെയ്യാനല്ലേ പാപ്പനെ പറ്റൂ. അപ്പാ അവനെ ഇതാക്കി വിടുവോ, അകത്ത് കയറ്റുവോ? നീ കേറില്ല. അപ്പാ ചന്ദ്രൻ കേറിയില്ല. ചന്ദ്രൻ കേറിയില്ലേ? ഇല്ല, പുറത്തുനിന്ന് അൺലോക്ക് ചെയ്യാൻ ചന്ദ്രൻ തുറന്നെടുക്കോ. വാ വാ വാ. ആ ചന്ദ്രൻ ഡ്രാഗ് കൊറേ പേരുണ്ടോ? ഒരാളങ്ങോട്ട് വിട്ടിരുന്നെങ്കിൽ അഡ്മിനെ ദർശനയുടെ വണ്ടി ഞാനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എടുത്തോണ്ട് വരാൻ പറ്റണോ? എടാ അത് പറഞ്ഞാലും മനസ്സിലായില്ലേ ബ്രോ? അത് സിറ്റി കൊണ്ടുവരാ കുറച്ച് ടാസ്ക് ഉണ്ടറാ. ഞാൻ ദർശന വണ്ടി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് മൊത്തം നടക്കാൻ പറ്റുമോ? വലിയ കാര്യം പുറത്തോട്ട് ആദ്യമായിട്ട് അടുത്ത സ്റ്റേജ് ആണ്. എന്റെ പൊന്തിയെങ്കിലും ചെയ്തല്ലോ, എന്റെ ഇത്രയായിട്ട് പൊന്താ പോലെ അടുത്ത സ്റ്റേജിലാണ് പരിപാടി. സ്റ്റേജിലാ